ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നതിൻ്റെ കാരണം വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ബാഗ് പാക്കിംഗ്. സോ ഞാനിവിടെ പുതിയ ബാഗ് വാങ്ങിച്ചിട്ടില്ല. കാരണം എന്ന് പറയണത് എൻ്റെ പണ്ടത്തെ അല്ല, ഞാൻ ഈ ആറാം ക്ലാസ് വെച്ചു. കഴിഞ്ഞ വർഷത്തെ ബാഗിന് ഒന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങളും പറഞ്ഞു, എൻ്റെ പപ്പയും അമ്മയും എല്ലാം പറഞ്ഞു, എന്നാൽ പുതിയ ബാഗ് വാങ്ങിക്കണ്ട, ഇത് വെച്ചോ, ഇനി ക്ലാസ് ടൈമിൽ എപ്പോൾ പോയിട്ടുവാണെങ്കിൽ അന്നേരം പുതിയ ബാഗ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളതിന് ഓക്കെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി ചില സാധനങ്ങളെല്ലാം പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ പണിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ എല്ലാം പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ വേറൊരു ഇതായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ഒരു വാങ്ങിച്ചുകൊണ്ട് വന്ന ഇതായിരുന്നു. ആദ്യം എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എനിക്ക് ലഞ്ച് ബോക്സ് കുറേ വർഷത്തെ ആയതുകൊണ്ട് ചോറെല്ലാം വെക്കുമ്പോൾ ഇതാവാം. സോ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറൊരു ഇതും കൂടെ ആയിട്ട് വരുന്നുണ്ട്, കറിയും ഇതെല്ലാം വെക്കാൻ. സോ ഞാൻ ഫയല് റഫ് ബുക്കിന് ഒരു ദിവസം തന്നെ 2 എക്സ്ട്രാ വാങ്ങിച്ചിട്ട്, പിന്നെ ഈ ഒരു സ്കെയില് ബോച്ചൻ്റെ വേറെ സ്കെയിലുണ്ട്, പിന്നെ ഒരു ക്യാമൽ ബോച്ച് വാങ്ങിച്ചു. ഇപ്പോൾ 6th ആയതുകൊണ്ട് എന്തായാലും ക്യാമൽ ബോച്ചിൻ്റെ എന്തായാലും ഉപകാരം വരും. കാരണം 10th പഠിക്കുന്നത് ABC പറഞ്ഞു ചേട്ടായി പറഞ്ഞു, ചേട്ടൻ ഇനി 6ൽ 7 പിന്നെ ഒരു അമ്പർല കഴിഞ്ഞ വർഷത്ത് ഞാൻ 50 ദിവസം പള്ളിയിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ ബോട്ട്സ് ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. സോ ബോട്ട്സിനകത്തൊക്കെ എന്തൊക്കെയുള്ളതെന്ന് തന്നെ ഞാൻ പറയാം. പിന്നെ എൻ്റെ ലഞ്ച് ബാഗുണ്ട്, അത് തന്നെ ഞാൻ എഴുതിനെയും. സോ ഇപ്പം നമുക്ക് ബാക്ക് പാക്കിൻ്റെ 4 കള്ളിയുണ്ട്. സോ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് കള്ളിയിൽ നമ്മൾ എന്തൊക്കെയാണ് നടക്കാൻ പോണേ, എന്തൊക്കെയാണ് ഞാൻ ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പരിചയപ്പെടുത്തി തരാം. സോ ഇതിനകത്ത് പിന്നെ നമ്മുടെ ഏറ്റവും മെയിൻ സാധനമാണ് ഞാൻ ഫസ്റ്റ് കള്ളിയിൽ നിന്ന്. ഇതിനകത്തെന്ന് പറയുന്നത് പേപ്പർ സോപ്പിൻ്റെ കൂട്ടുകാർ ടിഷ്യൂ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ടവല്, ഞാൻ കൂടുതൽ റബ്ബർ ചെയ്ത് പോകുന്ന ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഈ മിനി ബാഗിനകത്തുള്ളത്. സോ ഇതെല്ലാം ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം. ഇപ്പം എനിക്ക് സമയമില്ലതുകൊണ്ട് പെട്ടെന്ന് ബാക്ക് പാക്കിങ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ആ കള്ളി ഒന്ന് തുറക്കട്ടെ കേട്ടോ. സോ ഞാൻ അതിനെ കേച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് കളിയിൽ എന്തൊക്കെ ഞാൻ വെക്കാൻ പോണേ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളുടെ എനിക്കിവിടെ ഒരു കള്ളിയുള്ളൂ. സോ 2 കള്ളി ഉണ്ടെങ്കിൽ ആ 2 കളിയിൽ അമ്പർലയും വാട്ടർ ബോൾ വെച്ചതിന് വാട്ടർ ബോട്ട്സ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാട്ടർ ബോട്ടിൽ വെച്ചായിരുന്നേ. സോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫയലും റഫ് ബുക്ക് ഇതെല്ലാം വെക്കുന്നതായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ഫയൽ വെക്കുന്നതിന് മുമ്പേ ഈ ഒരു അമ്പർല ടീച്ചറായിട്ട് ഇതിൻ്റെ ഒന്നും പൊട്ടിച്ചില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതേ ഉള്ളൂ. സോ അപ്പം നമുക്കിതൊന്ന് കയറ്റി വെക്കാം. സോ ഞാൻ അങ്ങനെ അമ്പർല കേജ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വെക്കാൻ പോണത് എൻ്റെ ഒരു ഫയലാട്ടോ. ഈ പേപ്പറൊക്കെ ഞാൻ എന്തിനാണ് ഇപ്പം തന്നെ വാങ്ങിച്ചു വെച്ചതെന്ന് ചോദിച്ചാൽ വാങ്ങിച്ചു വെച്ചല്ല, എൻ്റെ ഞാൻ 3rd ടൈമിൽ വാങ്ങിച്ചപ്പോൾ കൂടുതൽ ഞാൻ വാങ്ങിച്ചത്. സോ അതിൻ്റെ 3rd ടൈം തീരാറൊക്കെ ആയപ്പോഴായിരുന്നു, പരീക്ഷയെല്ലാം എടുക്കാറായപ്പോഴായിരുന്നു വെച്ചത്. സോ ഇത്രയൊക്കെ പിന്നെ ഒരു 2-3 ഒരാഴ്ചയാണ്ടൊക്കെ ഉള്ളായിരുന്നു. ടോട്ടൽ എത്രയാണ് 30 ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഇവിടെ പറയണേ ഒരു പേപ്പർ ഒരു രൂപ എനിക്കൊന്ന് മാക്സിമം നമ്മൾ 5 ഇത് കൊടുക്കുകയാണെങ്കിൽ എത്ര 5 അല്ലേ. സോ കുറേ കിട്ടും. 1 രൂപയ്ക്ക് തന്നെ 3 പേപ്പർ കിട്ടും. സോ അപ്പം നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 രൂപയ്ക്ക് 15 പേപ്പർ കിട്ടും. സോ ഞാൻ പഠിക്കുന്ന ചാവറയിലാണ്. അവിടെ ഇത്ര 1 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. 5 രൂപ കൊടുത്താൽ എന്തായാലും 5 × 3 = 15 സോ 15 പേപ്പർ എന്തായാലും കിട്ടും. ഞാൻ അന്നേരം എത്ര 10 or 20 കൊടുത്തത്. സോ നിങ്ങൾക്ക് അന്നേരം തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് എത്ര പേപ്പർ ഇടുക. അതും പരീക്ഷ തീരാറായി. ഇപ്പം എനിക്ക് നിലവിൽ ഇതിനകത്ത് ഈ ഫയലിനകത്ത് കിടക്കുന്ന 24 പേപ്പറാണ് കേട്ടോ. സോ അങ്ങനെ ഞാനിപ്പം അമ്പർല വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഞാൻ വെക്കാൻ പോകുകയാണ്. സോ അങ്ങനെ നോക്കിയപ്പോഴാണ് ആദ്യം തന്നെ നമ്മുടെ ഫയൽ വെക്കണം. ഇത് വെച്ചിട്ട് ഈ അമ്പർല കാരണം ഇത് കയറുന്നില്ല. സോ നമുക്കപ്പോൾ അമ്പർല ഒന്ന് എടുക്കാം കേട്ടോ. സോ അമ്പർല എടുത്തിട്ട് ഞാനാണെങ്കിൽ ഇതൊന്ന് കയറ്റാം. സോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു അമ്പർല കയറ്റി വെക്കാം. സോ നമുക്ക് അമ്പർല കയറ്റി വെക്കാം കേട്ടോ. സോ അങ്ങനെ ഒരു അമ്പർലയും റഫ് ബുക്കും വന്നിട്ട് ഇനി നമ്മുടെ റഫ് ബുക്ക് എടുത്ത് കയറ്റി വെക്കണ്ടേ. സോ അങ്ങനെ ഞാൻ റഫ് ബുക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ മാക്സിമം ഒരു വെയിറ്റ് ആയി. സോ
14 വിഷയമുണ്ട് 6ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ. സോ അമ്പെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടായിട്ട് വെക്കണമല്ലേ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ബോട്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്. സോ എനിക്ക് വേറെ പിടിക്കാൻ ക്യാമറമാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യണേ. സോ ഇതിനകത്തൊന്നും പറയണത് എനിക്ക് ബാക്ക് ക്യാമറ എൻ്റെ അമ്മയുടെ ഫോണിനകത്തില്ല കേട്ടോ. സോ ഇതിനകത്ത് ഞാൻ നേരത്തെ തന്നെ കളക്ഷൻ തുടങ്ങിയാണ്. സോ ഇതാണ് ഈ 2 പേര് ഞാനിപ്പോൾ കാണിച്ചാണ്. ഇത് വേറൊരു ഹീൽ ചെരുപ്പിൻ്റെ ഒരു ഇതില്ലേ, അതും വേറൊരു ബ്ലൂ കളറുള്ളതില്ലേ, അത് രണ്ടും എനിക്ക് ഓൾറെഡി എന്നെ കുറച്ച് പേര് ഗിഫ്റ്റ് തന്നതാണ്. ഇത് ഞങ്ങൾ ഇന്ന് പർച്ചേസിങ്ങിന് പോയെന്ന് എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ കൂത്താട്ടകുളത്ത് മറ്റേ നമ്മുടെ സിനിമ തിയേറ്ററില്ലേ ഓറഞ്ചോ, സോ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ പുതിയ ഫാർമസിയൊക്കെ തുടങ്ങിയത്. സോ അവിടെ നിന്നാട്ടോ ഞാൻ മനസ്സിലായി. സോ എനിക്ക് അവിടെ പോയി ഇതായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന മിസ് കണ്ടു. പിന്നെ ഈ ഒരു സ്ഥലത്തിനോട് നിങ്ങൾ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഷാർപ്നർ ആൻഡ് ഇറേസർ ഉണ്ട്. സോ വേറെ തന്നെ ഒരു ഷാർപ്നർ ഉണ്ട്. എന്നാൽ ഇത് കുവൈറ്റിൽ നിന്നാട്ടോ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നത്. ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഞാനൊന്നിങ്ങനെ അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ മറന്നുപോയി. സോ പേനയുടെ സ്ഥലത്തും വെക്കാൻ പറ്റില്ല. സോ ഞാൻ നേരത്തെ വെച്ച ഒരു റെഡ് ഇങ്ക് ഇതും കൂടെ ഞാൻ താണ്ട് ഈ ഒരു അംബ്രല്ലയുടെ ആ ഒരു സൈഡ് ത്രികോണത്തിലായിട്ട് ഞാനൊന്ന് വെക്കും കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ബ്ലൂ ആട്ടോ, ബ്ലൂ ഷെയ്ഡിങ് ആട്ടോ. അതിൻ്റെ വേറെ 4 വെറൈറ്റി കളേഴ്സ് ആട്ടോ ഇതിനുള്ളത്. സോ ഞാൻ ഇനി എൻ്റെ ബോട്ട്സിനോട് ഞാൻ കയറ്റി വെക്കാൻ പോകും. നിങ്ങൾ എൻ്റെ ബോട്ട്സ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രത്യേകിച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ഷാർപ്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇത് കൂട്ടൊരു ഷാർപ്നറിങ് ചെയ്തതല്ല. പിന്നെ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഇറേസർ ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. സോ എല്ലാം ഞാൻ എന്തായാലും ചൂസ് ചെയ്യില്ല, കാരണം എല്ലാം തന്നെ എൻ്റെ ഇതിനകത്തുണ്ട്. സോ നമുക്കിതിനകത്തുനിന്ന് ഇപ്പം ഫുൾ സെറ്റ് ഉണ്ടാവുന്നില്ല. സോ നമ്മുടെ ഈ ഇതെല്ലാം തുടങ്ങിയിട്ട് നമുക്ക് വെക്കാം. സോ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഈ ഷാർപ്നർ എടുത്തില്ല, പിന്നെ എനിക്കിത്. സോ നമ്മൾ ഇത് വെച്ചെടുത്ത് തന്നെ നമുക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനായിട്ട് ഉപയോഗിക്കാത്ത ഈ ഒരു ഷെയ്ഡ് റെഡിൻ്റെ ഉണ്ട്, ഞാനപ്പോൾ അതെടുക്കും. സോ ഞാൻ പെട്ടെന്ന് ഇത് പോയി കഴിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഈ സാധനം പോട്ടോ. സോ അങ്ങനെ ഞാൻ അതും അങ്ങനെ എൻ്റെ ഈ ഒരു സൈഡിലോട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ കയ്യിലൊന്ന് അടിച്ചിട്ട് നമ്മൾ വേറെ ഇപ്പം ഞാൻ ഇതൊക്കെ ഇപ്പം എനിക്ക് വെക്കാനൊരു നമ്മുടെ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിലും ലഞ്ച് ബാഗ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പിന്നെ ലഞ്ച് ബാഗിലോട്ട് വെക്കാം. സോ പിന്നെ ഇപ്പം ലഞ്ച് ബാഗിലോട്ട് തന്നെ വെച്ചേക്കാം. സോ അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കേണ്ടതെന്ന് പറയണത് ഇതാട്ടോ. പിന്നെ എൻ്റെ അനിയത്തിക്ക് അവൾ അങ്കൻവാടിയിലോ ഞങ്ങളോട് സ്കൂളിലാണ്ട് വീഴുന്നുണ്ട്. സോ അതിന് അവൾക്കൊരു വാട്ടർ ബോട്ടിലും ഒരു ലഞ്ച് ബോക്സും വാങ്ങിച്ചിട്ടുണ്ട്. സോ അത് ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പം ഞാൻ എല്ലാ കള്ളിയും ഒന്ന് അടച്ചിട്ട് നമ്മുടെ ഈ വാട്ടർ ബോട്ടിൽ അതിനകത്ത് വെച്ചിട്ട് ലഞ്ച് ബോക്സ് നേരെ എടുത്ത് നമ്മുടെ ലഞ്ച് ബാഗിലോട്ട് വെച്ചേക്കാം. സോ നമുക്കപ്പോൾ വെക്കാമല്ലോ. സോ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാക്ക് പാക്കിൻ്റെ ഇത്. ഇത്രയും വെയിറ്റ് കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യത്തിന് വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അന്നേരമാണ് ഗൈസ് ഞാനൊരു കാര്യം എത്തി. ഗൈസ് നമ്മുടെ ഈ ഒരു സ്കെയിലും എൻ്റെ ക്യാമൽ ബോട്ട്സ് ഞാൻ വെക്കാൻ മറന്നു. സോ ഞാൻ ഓർത്തു തേമേ ഇനി ഏത് കളിയിലോട്ട് ഞാൻ വെക്കും. സോ ഞാൻ ഓർത്തു എന്തായാലും നമ്മൾ സെക്കൻഡ് കളി വെച്ച് എന്തായാലും നിറഞ്ഞോ അതിൻ്റെ അകത്ത് എന്തായാലും ഈ സ്കെയിൽ മാത്രം എന്തായാലും ഞാൻ പെടും. സോ അന്നേരം നമ്മുടെ ക്യാമൽ ബോട്ട്സിന് നമ്മുടെ ഫസ്റ്റ് കളി വെച്ചതിന് ഒരു കൂട്ടില്ല. സോ നമുക്കപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെക്കാം. സോ നമുക്കപ്പോൾ വെക്കാം. ഓക്കെ. സോ ഞാൻ സ്കെയിൽ എൻ്റെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് എവിടെ വെച്ചാൽ എങ്ങനെയാണെന്ന്. സോ അപ്പം നിങ്ങളൊക്കെ ഓർക്കും ചേച്ചി ഞാൻ കാണിക്കാത്തെത്തും. സോ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അറിയില്ല. എനിക്കൊരു ക്യാമറമാൻ എന്തായാലും എൻ്റെ ചേട്ടയോട് പറഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് വിരുന്നുകാർ വന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ കയറി വന്ന് ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. സോ അടുത്ത ഇത് കണ്ടപ്പോൾ ഞാൻ ചേട്ടാ ഈ TV എല്ലാം കണ്ടുകൊണ്ട് അവനും അത്രയും ഇത് കാണില്ല. പിന്നെ അമ്മയ്ക്ക് അവിടെ നിന്നെടുത്ത് സഹായം ചെയ്യാൻ പറ്റില്ലെന്ന് ഓർത്തിട്ടാട്ടോ. സോ ഞാനപ്പം ഇവിടെ വെച്ചിരുന്ന നിങ്ങൾക്കത് കാണാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ
ഈ കളിക്കകത്ത് ഞാൻ പറഞ്ഞതും ഇതിനകത്ത് ഫയല്, അംബർല, പിന്നെ ഫയല്, അംബർല, ആ വലിയ സ്കെയില്, പിന്നെ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന പോലെ ഒറ്റയ്ക്ക് കിട്ടാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യണം കേട്ടോ, ബോട്ട്സ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കളിക്കകത്ത് ഞാൻ കണ്ടേ ഇത് മാത്രമേ ഇവിടെ തനിച്ചുള്ളൂ. ഒരെണ്ണം കൂടെ വെക്കാനുള്ള ഇതുകൊണ്ടായിട്ട് ഞാൻ കണ്ടേ എൻ്റെ ഈ ഒരു ബോട്ട്സ് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ വെക്കുന്നുണ്ട്. നമുക്കപ്പോൾ അടച്ചിട്ട് നമുക്കപ്പോൾ ലഞ്ച് ബാഗ് എടുത്തോണ്ട് പോകും. സോ ഞാനപ്പം ഇവിടെ പതുങ്ങി പറ്റാണ്. സോ അവിടെ ഒരു ഒച്ച ഉണ്ടായിരിക്കും. സോ ആ കാരണത്താൽ ഞാൻ തന്നെ പോവുകയായിട്ടൊന്ന് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോകട്ടെ. എന്നാൽ ഞാൻ മൈക്രോഫോൺ ഓഫ് ആക്കും കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം. അവിടെ എടുത്തിട്ട് ഞാൻ അവിടെ വെച്ച് നിങ്ങളോട് സംസാരിക്കും. സോ അത് ഞാൻ എടുത്തുകൊണ്ടിട്ടാട്ടോ എൻ്റെ ലഞ്ച് ബാഗ് എന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ഞാൻ ലൈറ്റ് ഇടുന്നുണ്ട്. സോ അപ്പം എനിക്കിനി ചെയ്യേണ്ടതെന്ന് പറയണത് ഇതുണ്ടോ, അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത് ചേരാൻ. സോ ഞാനപ്പം ഇത് നേരെ ആക്കട്ടെ കേട്ടോ. എന്ത് പാടാണ് ഇത്, ചുരുങ്ങി പിരിഞ്ഞ് ഇരുന്നുണ്ട്. എന്ത് പാടാ, പക്ഷേ ഭയങ്കര പാടത് ചുരുങ്ങിയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കാൻ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ എവിടെയൊക്കെ തിരിഞ്ഞ് ചെയ്യാമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് സോ ഞാൻ എന്നിട്ട് ഇനി എൻ്റെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയണേ എൻ്റെ ഒരു ഇത് വെക്കുമ്പോഴത്തേനും ഉണ്ടാകുമല്ലോ. സോ ഗൈസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും തന്നെ ഇത്രയും നമുക്ക് ഇനി വാട്ടർ ബോട്ടിലും ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ തന്നെ നമുക്കിതിനകത്ത് കപ്പാസിറ്റി ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. സോ ഇതാണെങ്കിൽ എൻ്റെ വാനകത്ത് പ്രത്യേകിച്ച് എഴുതുന്നത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നി ഞാൻ കുത്തിക്കച്ച് വെച്ചാൽ അങ്ങനെ. സോ എനിക്ക് തോന്നുന്നത് ഇത് ഇതിനകത്ത് തന്നെ വെച്ചാൽ അന്നേരം ഇതെന്തെങ്കിലും ഇതായാലോ എന്ന് ഓർത്തിട്ട് സോ ഞാനപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ട്. സോ അന്നേരമാണ് ഓർത്ത് ഇതിനകത്ത് വേറെ കുറച്ച് സാധനം കയറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇതിനകത്ത് കൂടെ ഒരു ടവലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. സോ നമുക്കപ്പോൾ ടവൽ പോയി എടുക്കാം കേട്ടോ. സോ ഇങ്ങനെ മിനി പാക്കിങ് ഇവിടെ തയ്യാറായിട്ടോ. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തന്നെ 12:25 സെക്കൻഡ്സ് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. സോ നമുക്കപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തി തുറന്നുണ്ട്. ഞാൻ കുറച്ചായിട്ട് സംസാരിക്കുന്നത്. സോ നമുക്കപ്പോൾ ടവൽ എടുക്കണം. ടവൽ ഞാൻ നോക്കിയിട്ട് നല്ലതൊക്കെ എന്ത് ചെയ്യേ നമ്മൾ ടവലൊന്നും വാങ്ങിച്ചില്ലെന്നാട്ടോ വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ആ ടവൽ പിന്നെ ഞാനും വെക്കാം കേട്ടോ. സോ നല്ല സ്പ്രേ ആയിട്ട് എനിക്ക് മണം നല്ല ഞാൻ എന്തായാലും എനിക്കൊരു 1000 മാക്സിമം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഗീവ് അവേ ചെയ്യുന്നതായിരിക്കുന്നതാണ്. ഞാൻ പിന്നെ ഇത്തിരി ക്രാഫ്റ്റ്സൊക്കെ ചെയ്യും കേട്ടോ. സോ ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. ഞാൻ തന്നെ എന്നെ തന്നെ പൊക്കി പറയുന്നല്ല കേട്ടോ. സോ നിങ്ങളിത് അറിയുന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോ അങ്ങനെ ഇടാറില്ല കേട്ടോ ഗൈസ്. അന്നേരം ഞാൻ മിനി ബാഗിനകത്ത് ഞാൻ സിസേറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സിസേഴ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സോ അത് ഞാൻ ഇതിനകത്ത് വെക്കാൻ തന്നെ മറന്നു പോകട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. സോ അത് വെക്കാൻ മറന്നു പോയി. സോ നമുക്ക് ഈ കല്ല് പുറത്തെടുത്തിട്ട് നമുക്ക് വെക്കാം കേട്ടോ. നമ്മൾ സിഗ്ഗൈസുകാരായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ചിലവരെല്ലാം മാറുന്നുണ്ട്. എനിക്ക് എന്നാ കാരണം ഒന്നും അങ്ങനെ പിടി കിട്ടുന്നില്ല. സോ ഞാനിപ്പോൾ സിസേഴ്സ് നേരെ എനിക്കിപ്പോൾ മാക്സിമം കൂടുതൽ വന്നേക്കാൻ ഇതിനാട്ടോ.